അതെ 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 അതെ. നമ്മള് മലയാറ്റൂര് വന്ന സമയത്ത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഷോപ്പ് കണ്ടു. ആ ഷോപ്പിന്റെ പേര് വെറൈറ്റി ആണ്. ആ വെറൈറ്റി പേര് കണ്ടിട്ടാണ് നമ്മൾ ഈ ഷോപ്പ് ശ്രദ്ധിക്കുന്നത്. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഇവിടെ എന്തൊക്കെയുണ്ടെന്നും നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് അതിന് ഈ ഷോപ്പിന്റെ പേര് തന്നെ തുടങ്ങാം. അതെ, പറഞ്ഞോളൂ. ഞാഞ്ഞു ബാബീസ്. അതെ, ഈ പേര് എന്താ? ഈ പേര് എല്ലാവർക്കും പെട്ടെന്ന് വായിൽ കൊള്ളുന്നില്ല. എല്ലാരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ പേരിട്ടത്, പെട്ടെന്ന് പറയാൻ പറ്റാത്തൊരു പേര്. അപ്പൊ സത്യം പറഞ്ഞാൽ എന്റെ 2 മക്കളുടെ പെറ്റ് നെയിം ആണ്. ഇളയാളുടെ പേരാണ് ഞാഞ്ഞു, മൂത്തയാളുടെ പേരാണ് ബാബി. അവളുടെ യഥാർത്ഥ പേര് അഡോണ. അങ്ങനെ ആ മക്കളുടെ പേര് തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ഇത്. ഒരു അച്ചാർ കമ്പനി, ഫുഡ് പ്രോഡക്ട്സ്. അച്ചാർ മാത്രമേ ഉള്ളൂ അല്ലേ? ഇപ്പൊ ഇനീഷ്യൽ സ്റ്റേജിൽ അച്ചാറുകൾ മാത്രമേ ഉള്ളൂ. ബാക്കി ഫുഡ് പ്രോഡക്ട്സ് ഒക്കെ വരുന്നുണ്ട്. വെറൈറ്റി അച്ചാറാണ് കേട്ടോ ഞങ്ങളുടേത്. അതായത് നിങ്ങളുടെ എന്താ സ്പെഷ്യൽ, എനിക്ക് കണ്ണിമാങ്ങ ഒരു വളരെ സ്പെഷ്യൽ ആയിട്ട് പോകുന്നുണ്ട്. ബീഫ് ഒലർത്ത് അച്ചാർ സ്പെഷ്യൽ ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ തന്നെ ഷെഫ് സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട്, അതായത് എന്റേതായ ഒരു റെസിപ്പിയില് ഞാൻ തന്നെ ചെയ്തൊരു ഇതുണ്ട്, ചെനച്ചുമാങ്ങ. അതില് ഈത്തപ്പഴം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു സ്പെഷ്യൽ കൂട്ടിട്ടിട്ട് ഉണ്ടാക്കുന്ന ടാങ്കി മാംഗോ എന്ന് പറയുന്ന പേര്. അതിന്റെ വാസനയും രുചിയും ഒക്കെ വളരെ വ്യത്യസ്തമാണ്. പിന്നെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളുടെ എല്ലാ അച്ചാറുകളും ഓരോന്നിനും ഓരോ രുചിയും വാസനയാണ്. ഒറ്റ രുചിയല്ല, ഓരോന്നിനും ഓരോ വ്യത്യസ്ത ഫ്ലേവറും വ്യത്യസ്ത സുഗന്ധവും വ്യത്യസ്ത വാസനയാണ്. അതിന് അതിൻ്റെതായ ഒരു ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. ഇത് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അതെ അതെ. ജിജി മാരിയോന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പാചകത്തില് കഴിവുള്ള ആണെന്ന് അറിയില്ലായിരുന്നു. ആദ്യമായിട്ടാണ്. ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്യും. പക്ഷെ അച്ചാർ ഉണ്ടാക്കാൻ എന്നെ ആരും പഠിപ്പിച്ചിട്ടില്ല. ഇത് എൻ്റെ ഒരു ഇനീഷ്യേഷൻ തന്നെയാണ്. ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ഇപ്പൊ എന്നെ സഹായിക്കാൻ ഒരു 3-4 പേരുണ്ട്. അതായത് അരിയാനും മറ്റു കാര്യങ്ങളൊക്കെ കഴുകാനും വാരാനും ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട്. പക്ഷെ കൂട്ട് ഞാൻ തന്നെ ഉണ്ടാക്കുന്നത്, അച്ചാറ് ഞാൻ തന്നെ ഉണ്ടാക്കുന്നത്, എല്ലാം എല്ലാം ഞാൻ തന്നെ ചെയ്യുന്നത്. ഇപ്പൊ ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പുതിയ പ്രൊജക്ട് പോലെ ഞങ്ങളുടെ ഒരു ട്രയൽ നടത്തിയതാ, ഔട്ട്ലെറ്റ് ഇട്ട് നോക്കിയതാ. പക്ഷെ ഞാൻ വിചാരിച്ചതിലും ജനങ്ങളും ഏറ്റെടുത്തു, വിജയിക്കുകയും ചെയ്തു. അപ്പൊ ഇനി എല്ലാ പെരുന്നാളുകളിലും പല സ്ഥലങ്ങളായിട്ട് ഉണ്ടാവും. പെരുന്നാള്, ഉത്സവങ്ങള്, അവിടെയൊക്കെ ഇതുപോലെ ഔട്ട്ലെറ്റ് ഇടും. പിന്നെ അതുപോലെ തന്നെ ഫിക്സ്ഡ് ആയിട്ട് നമ്മുടെ ഒരു ഷോപ്പ് വരുന്നുണ്ട് ചാലക്കുടിയിൽ മുരിങ്ങൂർ ഒരു ഷോപ്പ്. അപ്പൊ ഇനിയൊരു നല്ലൊരു ബ്രാൻഡായിട്ട് വളരണം എന്നാണ്. അത് ഓൾറെഡി ബ്രാൻഡായി വളരണമെന്ന് വെച്ചാല് എക്സ്പോർട്ടിങ് ഞങ്ങൾ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഇല്ല, ലോകം മുഴുവൻ എത്തിക്കും. ഞാഞ്ഞു ബാബീസിന്റെ സുഗന്ധം നിറഞ്ഞ, വാസന നിറഞ്ഞ വ്യത്യസ്ത രുചികൾ ലോകം മുഴുവൻ എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ ലക്ഷ്യം. ഓൺലൈനിൽ ഓർഡർ അനുസരിച്ച് എടുക്കുന്നുണ്ട്. മെയിനായിട്ട് ഞങ്ങൾക്ക് പോകുന്നത് ഓൺലൈൻ ഓർഡറാണ്. ഇന്ത്യ പോസ്റ്റുമായിട്ട് ടൈപ്പ് ആയിട്ടുണ്ട്. എല്ലാവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കും. ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട്. ഇന്ത്യക്കകത്ത് എവിടെയും നമ്മളിപ്പോ പോസ്റ്റ് വഴി എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പുറത്തേക്കുള്ള എക്സ്പോർട്ടിങ് നടക്കുന്നുണ്ട്. പല വിദേശ രാജ്യങ്ങളുമായിട്ട് അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ട്. ഓക്കെ താങ്ക് യു. പല ഹലോ പ്രോബ്ലം. അപ്പം ഡിസ്ട്രിബ്യൂട്ടേഴ്സുമായിട്ട് നമ്മള് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നു പല രാജ്യങ്ങളിലുള്ള. അപ്പൊ മെയിൻലി ഇനിയുള്ള ഒരു പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ, ഇനി എടപ്പള്ളി പെരുന്നാൾ വരുന്നുണ്ട്, കടമറ്റം പെരുന്നാൾ വരുന്നുണ്ട്, മണ്ണാർക്കാട് വരുന്നുണ്ട്. അപ്പൊ ഉത്സവം, കൊട്ടിയൂർ ഉത്സവം വരുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമ്മുടെ ഔട്ട്ലെറ്റ് ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെതായ രീതിയിലൊരു വാഹനങ്ങളൊക്കെ ഓൾറെഡി ഞങ്ങൾ പ്ലാൻ ചെയ്ത് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നന്നായി പോകുന്നു. ജിജി മാരിയോനെ സ്നേഹിക്കുന്ന പലരും ഇപ്പോഴും വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇപ്പൊ ഈസ്റ്ററും ഇന്നിപ്പോ പുതുഞായറാഴ്ചയാണ്. ഈസ്റ്റർ കഴിഞ്ഞ് പുതുഞായറാഴ്ചയാണ്. അപ്പൊ ജിജി മാരിയോന്റെ വീഡിയോ സ്ഥിരം കാണുന്ന കുറെ പ്രേക്ഷകരുണ്ടല്ലോ, അവരോട് എന്താ പറയാനുള്ളത്? എല്ലാവർക്കും ഈസ്റ്റർ ആശംസകള്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാനിവിടെ വന്ന് നിന്നപ്പോ ഒരുപാട് പേര് വന്ന് കെട്ടിപ്പിടിക്കുകയും, അച്ചാറ് അവർക്ക് ആവശ്യമില്ല, കഴിക്കാത്തവർ പോലും അച്ചാറ് മേടിച്ചുകൊണ്ട് പോയി. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നെ ജനങ്ങൾ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്ന്. അപ്പം ശരിക്കും അവര് സ്നേഹം കൊണ്ട് അച്ചാർ മേടിക്കുന്നതാ, അല്ലാതെ അച്ചാർ ടേസ്റ്റ് നോക്കിയിട്ടല്ല. അതെ അതെ, സ്നേഹം കൊണ്ട്. അതെ അതെ അതെ. അപ്പം അതിന് എനിക്ക് എല്ലാവരോടും നന്ദിയാണ്. വളർത്തിയതിനും ഇപ്പൊ വളർത്തിക്കൊണ്ടിരിക്കുന്നതിനും എന്റെ ജനങ്ങളോട്, എന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് നന്ദി മാത്രമേ ഉള്ളൂ. നന്ദി. അപ്പോ നിങ്ങളുടെ ബിസിനസ് ഇനി
വെച്ചടി ഉയരങ്ങളിലേക്ക് എത്തട്ടെ. ആമേൻ ആമേൻ. കേരളത്തിന് വെളിയിലേക്കും ഇന്ത്യക്ക് പുറത്തേക്കും ഒക്കെ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഈസ്റ്ററിന്റെയും പുതുഞാറിന്റെയും വിഷ്വൽ വൈബ്സിന്റെ യൂട്യൂബ് ചാനലിന് എല്ലാവിധ മംഗളങ്ങൾ നേർന്നുകൊള്ളുന്നു. നിങ്ങളുടെ ചാനൽ ഒരുപാട് ഉയരത്തിൽ വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിഷ്വൽ വൈബ്സ്. താങ്ക് യു.